എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നെൻ്റെ ഒരു ദിവസമാണ് കേട്ടോ. മുഴുവനായിട്ടൊരു ദിവസം കംപ്ലീറ്റ് എല്ലാം തുടച്ചെടുക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ ഒരു ദിവസമൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി, 1:30 ആകുമ്പോൾ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി. പിന്നെ ഞാൻ ഏട്ടനുള്ള കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തലേ ദിവസത്തെ കറി ഉണ്ടെങ്കിൽ അത് ചൂടാക്കുക ചെയ്യാറ്. പക്ഷേ ഇന്ന് തലേ ദിവസത്തെ കറിയില്ല, ഇന്നലെ ബിരിയാണി ആയിരുന്നു. അപ്പം ഞാനൊരു ടിൻ ഫിഷ് എടുത്തിട്ട് ജസ്റ്റ് ഒരു കറിയാക്കിയതാണ് കേട്ടോ. ഏട്ടന് മാത്രം മതി. പിന്നെ ഉച്ചയ്ക്ക് പുറത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരിക്കില്ല. അപ്പോൾ പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കി വീണ്ടും ഞാൻ വന്ന് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എണീക്കുക, ചായ കുടിക്കാറൊക്കെ ആകുമ്പോഴാണ് 1:30-2 മണിയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ. അജു ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ വീണ്ടും കുറച്ച് നേരം കൂടെ ഞാൻ കിടന്ന് ഉറങ്ങി. അതിൻ്റെ ഇടയിൽ പിന്നെ ഏട്ടൻ ഫുഡ് കഴിച്ച് പോയിണ്ടായിരുന്നു. പിന്നെ ഒരു 6:30 ആകുമ്പോൾ ഞങ്ങൾ ചായ കുടിക്കും. ചായ ഇപ്പം നിർബന്ധമാണ് കേട്ടോ. നാട്ടിലുള്ള സമയത്ത് ഞാൻ ചായ ഒന്നും അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും എനിക്ക് തോന്നണം അപ്പോഴേ ഞാൻ ചായ കുടിക്കുകയുള്ളൂ, അല്ലാതെ എനിക്ക് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതൊരു നിർബന്ധമായിട്ടുള്ള ശീലമായിരുന്നു, ഒരു ദുശീലം തന്നെ പറയാം. എന്നും ചായ വേണം. ചായ കൂടി അത്ര നല്ല ശീലമൊന്നും അല്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ദുശീലം എന്ന് പറഞ്ഞത്. അപ്പോൾ പരമാവധി കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പിന്നെ അജുവിന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ ചായ കുടിക്കണം എന്നുള്ളത്. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഏട്ടൻ കൊണ്ടുവരികയാണ്, അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ചായ വേണം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും ചായ വേണ്ടി വരും. ഏട്ടൻ വരുമ്പോൾ സമൂസ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് അവനിന്ന് ചായ നിർബന്ധമായിരിക്കും. അങ്ങനെ ഏട്ടൻ വന്നു. ഞങ്ങൾ ചായയൊക്കെ എടുത്തിട്ട് TV കാണുന്നിടത്ത് വന്നിട്ടാണ് ചായ കുടിക്കുക. അപ്പോൾ ഏട്ടൻ പറഞ്ഞ പോലെ സമൂസ കൊടുക്കുന്നുണ്ടായിരുന്നു, കൂടെ ജിലേബിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ജിലേബി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടാൽ നമ്മുടെ പൂരപ്പറമ്പിലൊക്കെ കിട്ടുന്ന ജിലേബി പോലെയാണ്, പക്ഷേ ടേസ്റ്റ് അങ്ങനെയല്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് സമൂസ കഴിക്കാം. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെയാണ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുള്ളൂ. അന്നത്തെ ദിവസം ഭയങ്കര താല്പര്യമാണ് ചായ കുടിക്കാൻ, എനിക്കായാലും അതെ കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഉള്ളിവട, മുട്ട ബജി അങ്ങനെയൊക്കെ ഉണ്ടാക്കും. സമൂസയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാനിതുവരെ കേട്ടോ. അപ്പോൾ ഇതാണ് ജിലേബി. കാണുമ്പോൾ നമുക്ക് ആ പൂരപ്പറമ്പിൽ നിന്ന് കിട്ടുന്ന അതേ ജിലേബി പോലെ തോന്നില്ലേ, പക്ഷേ അത്ര മധുരമൊന്നുമില്ല, ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു ജിലേബി എന്നൊക്കെ പറയാം. അപ്പോൾ ഞാനിങ്ങനെ കവറിലെടുത്ത് കഴിക്കുന്ന കാണുമ്പോൾ ഏട്ടൻ പറഞ്ഞ വീഡിയോ എടുക്കില്ല, അത് ആ പ്ലേറ്റിലെടുത്ത് വെച്ചോക്കെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ പ്ലേറ്റിലൊക്കെ വെച്ചു. പിന്നെ ഞങ്ങൾ കഴിച്ച് നോക്കി കേട്ടോ. പക്ഷേ ഉള്ളിലെ ഫില്ലിങ്സ് എന്ന് പറയണത് ക്യാബേജാണ്. ക്യാബേജിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ, മസാല അത്ര പോരാ കേട്ടോ. കുഴപ്പമില്ല. പിന്നെ ഞാനൊന്ന് ജിലേബി ടേസ്റ്റ് ചെയ്ത് നോക്കി. ജിലേബി ടേസ്റ്റില്ലെന്ന് മുന്നേ പറഞ്ഞല്ലോ. അങ്ങനെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി കേട്ടോ. ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇന്ന് പരിപ്പും തക്കാളിയാണ് കേട്ടോ കറി. ഇന്നലെ ബിരിയാണി ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലൈറ്റായിട്ടുള്ള കറികളൊക്കെയാണ് ഉണ്ടാക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഇന്ന് പരിപ്പും തക്കാളിയും പച്ചമുളകും ഇതാ ഈ ഒരു സവോളയും എടുത്തിട്ടുണ്ട്. മുഴുവൻ സവോള ഞാൻ എടുത്തിട്ടില്ല, പകുതിയോളം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ സവോളയുടെ പകുതി എടുത്തിട്ടുള്ളൂ. കറി വെക്കാനൊന്നും ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ കുറച്ച് പരിപ്പും ഈ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി കറി ഉണ്ടാക്കാം അല്ലേ. അതുമാത്രമല്ല, ഇത് ചപ്പാത്തിയുടെ കൂടെ ആയാലും കുബൂസിൻ്റെ കൂടെ ആയാലും റൊട്ടിയുടെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ രാത്രി എന്തായാലും ഏട്ടൻ റൊട്ടി കൊണ്ടുവരും. ഇന്ന് സിമ്പിളായിട്ടുള്ള ഈ കറി മാത്രമേ ഉള്ളൂ, കാരണം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ബിരിയാണിയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തലേ ദിവസം അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഇതേപോലെ കറികളൊക്കെ തന്നെ ഉണ്ടാക്കാറുള്ളൂ. എല്ലാ ദിവസവും അങ്ങനെ കൂടുതലായിട്ട് കറികളൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. മെയിനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുക രസം, പരിപ്പ് കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ മോരുകറി, അതുപോലെ സാമ്പാർ, അതൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ ഉപ്പും അതേപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്നലെ ബിരിയാണിയാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അജുവിന് അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അത് ചൂടാക്കിയിട്ട് അവന് കൊടുത്തു കേട്ടോ. പിന്നെ ഞാനിതാ ചോറ് വെക്കാൻ വേണ്ടി നോക്കുകയാണ്. നമ്മുടെ നാട്ടിലെ റേഷൻ കട അരി ഉണ്ടല്ലോ, വേഗം വേവുന്ന ആ ഒരു ടൈപ്പ് അരിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റുള്ള അരിയാണ്. ഞാനിവിടെ വന്നിട്ട് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു ചോറ് കഴിക്കാനായിട്ട്. ഒരു പച്ചരി പോലുള്ള അരിയായിരുന്നു ഫസ്റ്റ് ഏട്ടനിവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിയാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ ലുലുവിൽ പോയപ്പോൾ അവിടുന്ന് കുറച്ച് അരി വാങ്ങിച്ചു. അന്ന് എനിക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല വേവുള്ള അരിയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിയാൻ വേണ്ടി കുറേ കാത്തിരുന്നു. അതൊന്നും കുറച്ച് അരി ഇപ്പോൾ ബാക്കിയുണ്ട് കേട്ടോ. അങ്ങനെ മാറി മാറി അരി വാങ്ങിയിട്ടാണ് ഇപ്പോൾ ഒരു അരി സെറ്റായിട്ടുള്ളത്. ഏട്ടന് പിന്നെ ആ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ, ഏത് അരിയാണെങ്കിലും കഴിക്കുക. എനിക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അങ്ങനെ അരിയൊക്കെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് വേവുമ്പോഴേക്കും നമുക്ക് ഫ്രിഡ്ജൊന്ന് വൃത്തിയാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് അജു
എപ്പോഴും കൂടെ ഉണ്ടാവും, അടുക്കളയിൽ എപ്പോഴും കാണും കേട്ടോ. ഇതുപോലെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവൻ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും കേട്ടോ. അപ്പം ഞാൻ വൃത്തിയൊക്കെ അമ്മ എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അമ്മ കുട്ടി ചെയ്യേണ്ട, അമ്മ വേഗം ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അവിടെ ഒരു ചൂലൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ അടിച്ചു വരാം അമ്മ എന്ന് പറഞ്ഞിട്ട് നില എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫോണ് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചത് അവൻ കണ്ടിട്ടില്ല. കുറച്ച് നേരം കഴിയുമ്പോഴാണ് അവനത് കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുൻപിൽ ഒരുപാട് നേരം വിക്രസൊക്കെ കാണിക്കുന്നുണ്ട്. വീഡിയോ കാണുമ്പോഴൊക്കെ അവന് ഭയങ്കരമായിട്ട് ആദ്യമൊന്നും അവൻ തീരെ വീഡിയോൻ്റെ ഫ്രണ്ടിലൊന്നും വന്നായിരുന്നില്ല. അവന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമായിരുന്നു. ഇപ്പോൾ അവന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ചെയ്യാം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വേടിക്കുകയാണ്. അപ്പോഴാണ് ആ ഫോൺ അവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം അതിൻ്റെ മുന്നിൽ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നുണ്ട്. കുറേ നേരം അങ്ങനെ അതും പിടിച്ചുകൊണ്ട് ഫോണിലോട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ ഒഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ പുറത്തോട്ടൊന്നും അങ്ങനെ പോവാറില്ല, ഭയങ്കര ചൂടല്ലേ. അതല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ മാസവും റിയാദിലൊക്കെ പോയിട്ട് ഒരുപാട് ആവശ്യത്തിന് കൂടുതൽ സാധനങ്ങൾ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ചൂടായതുകൊണ്ട് ഞങ്ങൾ പുറത്തോട്ടൊന്നും പോകണില്ല. അത്യാവശ്യം സാധനങ്ങൾ ഡെയിലി ആയിട്ട് അങ്ങനെ കൊണ്ടുവരും, അത്രേ ഉള്ളൂ. അതായത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സാധനങ്ങളൊന്നും അങ്ങനെ മേടിക്കാറില്ല. അതുകൊണ്ട് ഇപ്പോൾ ഫ്രിഡ്ജ് കുറച്ച് ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ നല്ല ഡീപ്പ് ക്ലീൻ അങ്ങ് ചെയ്തേക്കാന്ന്. പിന്നെ ഞാൻ വന്ന സമയത്തൊക്കെ 7up, പെപ്സി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജ് നിറയെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതിൽ പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഞങ്ങൾ അതൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അജു നല്ല പോലെ കുടിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോഴായാലും ഒക്കെ അവനത് വേണം. അപ്പോൾ ആ ശീലമൊക്കെ ഞങ്ങളിപ്പോൾ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം അവന് കുടിക്കാൻ പറ്റിയ എന്തെങ്കിലും ജ്യൂസ് കാര്യങ്ങളല്ലാണ്ട് ഓവറായിട്ട് പെപ്സിയോ 7up കാര്യങ്ങളൊന്നും മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കില്ല. ആവശ്യത്തിന് വേണമെങ്കിൽ നമ്മളപ്പോൾ മേടിക്കുക എന്നല്ലാണ്ട് അവനത് കുടിക്കുന്ന കാരണം നമ്മളത് കൂടുതൽ കൊണ്ടുവന്ന് വെക്കുന്നില്ല. കാണുമ്പോൾ അവനത് കുറച്ച് തരുമോ അമ്മ, കുറച്ച് തരുമോ എന്ന് പറയും നമ്മളടുത്ത്. അപ്പോൾ പിന്നെ അതിനുള്ളൊരു സാഹചര്യം ഇപ്പം ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ കുറച്ചുള്ള പെപ്സിയാണത്. അപ്പോൾ അത് അവനവിടെ കാണിച്ചു തരികയാണ്. പിന്നെ ഇന്ന് ഞാൻ മുട്ട ഉണ്ടാക്കാമെന്ന് കരുതി, പക്ഷെ 3 മുട്ടയുള്ളൂ. അപ്പം ഏട്ടൻ വരുമ്പോൾ മുട്ട കൊണ്ടുവരും. അപ്പം നമുക്ക് അപ്പം ചെയ്യാമെന്ന് കരുതി. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ടായിരുന്നു, ചോറും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, നമ്മൾ നേരത്തെ ചായ കുടിച്ചതാണ്. അപ്പം ഞാൻ കരുതി എനിക്കിന്നൊരു മോഹം നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് ചമ്മന്തി അരച്ച് ചോറുണ്ടാകുമെന്ന് കരുതി കേട്ടോ. അപ്പം ഞാനിതാ ചമ്മന്തി അരച്ചിട്ടുണ്ട്, അതുപോലെ അച്ചാറും എടുത്തിട്ടുണ്ട് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. പഠിക്കാനും കുളിക്കാനും അലക്കാനും പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ളതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഏട്ടൻ വന്നു, പുലർച്ചെയാണ് വരിക, 3 മണിയാകുമ്പോഴാണ് വരിക. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഏട്ടനൊരു സാലഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തോ ഇതിൻ്റെ പേര് ഹെൽത്തി ബൂസ്റ്റഡ് സാലഡ്. അപ്പോൾ അതെങ്ങനെയുണ്ട് നോക്കാമെന്ന് കരുതിയിട്ട് എടുത്തതാണ് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുമ്പോൾ പിന്നെ അവസാനമാകുമ്പോൾ ആർക്കും ആവശ്യമാവില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന 2 ആപ്പിളാണ്. അപ്പോൾ ഞാനത് എടുത്തു വിടുന്നു. ഇതിപ്പോൾ തോലൊക്കെ ചെത്തി ഓരോരുത്തർക്ക് കൊടുക്കുകയാണെങ്കിൽ, കൈ കൊടുക്കുകയാണെങ്കിൽ അതങ്ങനെ കഴിച്ചോളൂ. അപ്പോൾ കഴിയുമല്ലോ എന്ന് കരുതി എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഈ ഒരു സാലഡ് ഒന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു പാക്ക് ഉണ്ട് കേട്ടോ. ഇതിൽ ഈ ഒരു ഇല ഉണ്ട്. ഈ ഇലയ്ക്ക് എന്തോ ഒരു പേര് പറയാം, ഏട്ടൻ പറയാറുണ്ട്, എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ അതിൽ ആപ്പിൾ ഉണ്ട്, പനീറുണ്ട്, പിന്നെ മുന്തിരി ഉണ്ട്. ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ ഇതൊരു സോസാണ്, ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇത്ര ഇത് കഴിക്കേണ്ടത്. പക്ഷെ ഞാനൊന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് പൊതുവേ സാലഡ് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവം. ഏട്ടൻ ഇതൊക്കെ അതിൽ ഒഴിച്ചിട്ട് എന്തൊക്കെയോ കുറച്ചൊക്കെ കഴിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ദിവസം. ചൂടൊന്നും കാരണം പുറത്തോട്ടൊന്നും പോകാറില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന പാർക്കിലോട്ട് പോലും ഞങ്ങളിപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാറും കൂടെ ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ടാറ്റ.